എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിസര പഠനം വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1, സസ്യങ്ങൾ പലവിധം. ഇതിലെ എ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് അറിയാമല്ലോ. ഓരോ ഇനത്തിലും പെട്ട സസ്യങ്ങളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കൂ. നമ്മൾ 3 തരത്തിൽ സസ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഓഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ. അതിൻ്റെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു? ഇവിടെ തന്നിട്ടുള്ളത് എന്താ നോക്കാം നമുക്ക്. ഓഷധി എന്താണ്? അധികം ഉയരമില്ല. കുറ്റിച്ചെടികൾ കട്ടിയുള്ള തണ്ട്. മരം എന്താണ്? ഒന്നും തന്നിട്ടില്ലല്ലേ. അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം? ഓഷധികൾ എന്താണ്? മൃദുവായ തണ്ട് അല്ലേ. കുറ്റിച്ചെടിയാകുമ്പോൾ കട്ടിയുള്ള തണ്ട്, മരങ്ങളാകുമ്പോഴോ കാഠിന്യമുള്ള തണ്ട്. ഇനി ഓഷധികൾ അധികം ഉയരമില്ല. കുറ്റിച്ചെടി എന്താണ്? ഇടത്തരം വലിപ്പം. ഇനി മരങ്ങളാണെങ്കിലോ വലിയ ഉയരമുള്ളവ. അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ ഇല, തണ്ട് എന്നിവയുടെ പ്രത്യേകതകൾ എഴുതുക. വലിയ ഇലകളായിരിക്കും. പിന്നെയോ ഇലയിലും തണ്ടിലും മെഴുകിൻ്റെ പോലെയുള്ള ആവരണം. ഇതാണ് എന്ത്? ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രത്യേകതകൾ. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ് തന്നിട്ടുള്ള പ്രസ്താവനകൾ എന്ന് നമുക്ക് വായിക്കാം. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. എന്താണ്? ശരിയാണല്ലേ. ഈ പ്രസ്താവന ശരിയാണ്. പിന്നെയോ എല്ലാ ചെടികളും പൂക്കുന്നു. തെറ്റാണല്ലേ. സസ്യത്തിന് ആവശ്യമായ ആഹാരം തണ്ടിലാണ് നിർമ്മിക്കുന്നത്. തെറ്റാണല്ലേ. ഇലയിലാണ് എന്ത്? ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. ചെടിയിലെ എല്ലാ പൂക്കളും കായയായി മാറുന്നില്ല. ഈ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി പ്രവർത്തനം 2, അറിഞ്ഞു കഴിക്കാം. വിവിധ തരം ഭക്ഷ്യവസ്തുക്കളെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് വർഗീകരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമ്മു തയ്യാറാക്കിയ പട്ടികയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? 3 പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഇതിലുള്ളത്? ഭക്ഷ്യവസ്തുക്കളാണ്. എന്താ ഉള്ളത്? പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ. ഇതിലെന്താണ്? അതിലെ എ ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്താണ്? പട്ടിക ശരിയായി ക്രമീകരിക്കുന്നതിന് അമ്മുവിനെ സഹായിക്കുക. ഇവിടെ എല്ലാം തരംതിരിച്ച് മിശ്രിതമായിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ക്രമീകരിച്ച് എഴുതണം. അതാണ് നമ്മുടെ വർക്ക്. നോക്കാം എങ്ങനെ എഴുതുക എന്നുള്ളത്. പഴങ്ങൾ മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ. ഇനി പച്ചക്കറികൾ വെണ്ട, വെള്ളരി, വഴുതന. ധാന്യങ്ങൾ അരി, ചോളം, ഗോതമ്പ്. ഇങ്ങനെയാണ് എന്ത്? പട്ടിക ശരിയായി എഴുതേണ്ട രീതി. ഓക്കെ, ഇനി അതിലെ ചോദ്യം ബി. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുന്നതിന്. പിന്നെയോ അസുഖങ്ങൾ വരാതിരിക്കാൻ. പിന്നെയോ പിന്നെന്തൊക്കെയാണ് നമുക്ക് എഴുതി കൊടുക്കാം? നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി. പ്രവർത്തനം 3, വസ്ത്രവൈവിധ്യം. അതിലെ പാട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. തനുവും അച്ഛനും കൂടി തുണിത്തരങ്ങൾ വാങ്ങാൻ കടയിലെത്തി. വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള വസ്ത്രമാണ് വേനൽക്കാലത്ത് അനുയോജ്യമായത്? എഴുതുക. ഏത് വസ്ത്രമായിരിക്കും? ഏത് തുണിത്തരമാണ് നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കാം? കോട്ടൺ അല്ലെങ്കിൽ പരുത്തി വസ്ത്രമാണ് നമ്മൾ എന്ത് വേനൽക്കാലത്ത് ഉപയോഗിക്കുക അല്ലേ. പരുത്തിയിലെ. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം? എഴുതുക. ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നവയായിരിക്കണം. പിന്നെ വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്നതായിരിക്കണം. പിന്നെയോ നല്ല അഴവുള്ള വസ്ത്രങ്ങളായിരിക്കണം. അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ. തണുപ്പിനെ അതിജീവിക്കുന്നതിന് ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രം ഏത്? ഏതാണ്? കമ്പിളിയിലെ. കമ്പിളി വസ്ത്രമാണ് എന്ത്? ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ച് തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന വസ്ത്രം. ഓക്കെ, ഏതാണ്? കമ്പിളി. ഇനി പ്രവർത്തനം 4, തൊഴിലുകൾ പലവിധം.
അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വീട് നിർമ്മാണവുമായി ബന്ധമുള്ള ജോലികൾ എന്തെല്ലാം? ഇവിടെ താഴെ ഒരുപാട് ജോലികൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. മരപ്പണി, തയ്യൽ, ഭിത്തി നിർമ്മാണം, ടാപ്പിംഗ്, തറകെട്ടൽ, വിത്തു വിതയ്ക്കൽ, തേപ്പുപണി. എന്താണ് നമ്മുടെ ചോദ്യം? വീട് നിർമ്മാണവുമായി ബന്ധമുള്ള ജോലി ഇതിൽ ഏതൊക്കെയാണ്? മരപ്പണി, പിന്നെയോ ഭിത്തി നിർമ്മാണം, തറകെട്ടൽ, തേപ്പ് പണി. ഇത്രയുമാണ് എന്ത്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ്. എന്തെല്ലാം സേവനങ്ങളാണ് സ്കൂളിൽ നിന്നും ലഭിക്കുന്നത്? എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, പിന്നെയോ ഉച്ചഭക്ഷണം, അതുപോലെ യൂണിഫോമുകൾ, പിന്നെയോ പാഠപുസ്തകങ്ങൾ. ഇതൊക്കെ എന്താണ്? നമുക്ക് സ്കൂളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളാണ് അല്ലേ. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. പണമിടപാട് നടത്തുന്നതിന് നമ്മെ സഹായിക്കുന്ന പൊതുസ്ഥാപനം. ഇവിടെ താഴെ എന്താണ് തന്നിട്ടുണ്ട്, അതിലേതാ എന്ന് വെച്ചാൽ ശരിയിടാനാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ, വായനശാല, ആശുപത്രി, ബാങ്ക്. ഇവിടെ ഇതിൽ ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ പണമിടപാട് നടത്തുന്നത്? ബാങ്കിലാണല്ലേ. ഇനി പ്രവർത്തനം 5, എൻ്റെ നാട് കേരളം. അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. കേരളത്തിൻ്റെ ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്ന ജില്ലകളുടെ പ്രത്യേകതകൾ രേഖപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ, ഭൂപടം കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി താഴെ പറയുന്ന ക്വസ്റ്റ്യനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജില്ല തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ എഴുതണം. കാസർഗോഡ് തന്നിട്ടുണ്ട്, എന്താണ്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്നു. ഇനി ഇടുക്കി തന്നിട്ടുണ്ട്, ഇടുക്കിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ജില്ല. പാലക്കാട് എന്താണ്? തൃശ്ശൂർ, മലപ്പുറം ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു. തിരുവനന്തപുരം എന്താണ്? നമ്മുടെ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഏതാണ്? കോട്ടയം. ഇനി അതിലെ സി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഞാനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ആരാണ് ഞാൻ? ഇവിടെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട, അതുപോലെ കൊല്ലം. ഇതിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഇനി അടുത്തത് പ്രവർത്തനം 6, മണ്ണും ജലവും. മണ്ണിൻ്റെ വിവിധ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? മണ്ണിനുള്ളിൽ വായുവുണ്ട്, മണ്ണിനുള്ളിൽ ജൈവാംശമുണ്ട്, മണ്ണിനുള്ളിൽ ജലാംശമുണ്ട്. ഇനി അതിലെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണ്? മണ്ണിൽ ജലാംശമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. ഇത് നമ്മൾ ചെയ്ത് നോക്കിയതാണ് അല്ലേ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എല്ലാവർക്കും ഓർമ്മയില്ലേ? നമുക്ക് എഴുതി നോക്കിയാലോ. ലക്ഷ്യം എന്താണ്? മണ്ണിലെ ജലാംശം കണ്ടെത്തുക. സാമഗ്രികൾ: ഉദ്യാനത്തിലെ മണ്ണ്, സുതാര്യമായ പ്ലാസ്റ്റിക് കുപ്പി. ഇനി പരീക്ഷണ രീതി എങ്ങനെയാണ്? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക. കുപ്പി അടച്ച് 10 മിനിറ്റ് വെയിലത്ത് വയ്ക്കുക. ഇനി എന്താണ് നിരീക്ഷിച്ചത്? നിരീക്ഷണം എന്താണ്? കുപ്പിയുടെ വശങ്ങളിൽ എന്താണ് കണ്ടെത്തിയത്? എന്താണ്? കുപ്പിയുടെ വശങ്ങളിൽ വെള്ളത്തുള്ളികൾ കാണുന്നുണ്ടല്ലേ, നീരാവി പോലുള്ള വെള്ളക്കുപ്പികൾ, വെള്ളത്തിൻ്റെ അംശം അവിടെ കാണുന്നുണ്ടല്ലേ കുപ്പിയുടെ വശങ്ങളിൽ. നിഗമനം എന്താണ്? മണ്ണിലെ ജലാംശം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പുറത്തേക്ക് വന്നു അല്ലേ. അത് കുപ്പിയുടെ വശങ്ങളിൽ ആ വെള്ളം കാണാൻ പറ്റിയില്ലേ നമുക്ക്. ഇനി അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. പഠനയാത്രയുടെ ഭാഗമായി അമ്മുവും കൂട്ടുകാരും മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവിടത്തെ ബോർഡിൽ കണ്ട വാചകമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? മണ്ണ് മലിനമാകാതെയും ഫലഭൂയിഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിർത്താനാകൂ അല്ലേ. ഇതാണ് എന്ത്? മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി അതിലെ ചോദ്യം എന്താണ്? മണ്ണ് സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. എന്താണ്? എങ്ങനെ എഴുതാം നമുക്ക്? നമ്മുടെ മണ്ണ്, നമ്മുടെ ജീവൻ, ചേർത്തു പിടിക്കൂ നല്ലൊരു നാളേക്കായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ടെക്സ്റ്റും നോട്ട്ബുക്കും ഒക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കഷനിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെന്താണ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.